എന്ന വാക്ക് നീ എന്തുകൊണ്ടേ പറയാതിരുന്നത് എന്ന് ചോദിക്കാം. ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു അതിശയമുള്ള ഒരു കാര്യം കാണുമ്പോൾ ഉടനെ പറയണം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ കൂട്ടുകാരൻ്റെ നല്ലൊരു വണ്ടി കൊണ്ടുവരും, കണ്ടോ ഉഷാർ വണ്ടി എന്ന് പറഞ്ഞു ഉടനെ പറയണം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ലം യദുറ ഐനു, കണ്ണേർ തെറ്റിക്കൂലാണ്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, കണ്ണേർ ഇതിന് പറഞ്ഞ ഹദീസുള്ളതാണ്. അല്ല ഐനു, കണ്ണേർ കാരണം മൃഗത്തെ ചട്ടിയിലേക്കും മനുഷ്യനെ മണ്ണിലേക്കും എത്തിക്കുന്ന അത്രയും വലിയ പവറുടെ സാധനമാണ് കണ്ണേർ എന്നുള്ളതാണ്. അത് ആരുടെ പറ്റാൻ പറയാൻ പറ്റൂല, സ്വന്തം പറഞ്ഞാൽ വരെ പറ്റിപ്പോകുന്നുണ്ട്. നമ്മളിങ്ങനെ പറയുമ്പോൾ ഞാൻ തിരക്കേടൊന്നുമില്ല, കുറച്ചൊക്കെ എന്താ കഴിയും, പൈസൊക്കെ ബിസിനസ്സൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രസംഗിക്കാൻ കഴിയും എന്ന് നമ്മൾ തന്നെ പറഞ്ഞ ചിലപ്പോൾ ഞാൻ പറ്റിപ്പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ ഇതിങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ മൻ റആ ശൈഅൻ ഫഅജബ ഫഖാല മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലം യദുറ ഐൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീർ പറ്റിപ്പോകില്ലാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടില്ല ചില വീടുകളിലൊക്കെ അത് എഴുതി വെക്കാൻ പറ്റൂല വേറെ കാര്യം, വീട് പണി നടക്കുന്നിടത്ത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എഴുതി വെക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ എഴുതി വെക്കാൻ പറ്റുമെന്ന് അത് ബഹുമാനിക്കപ്പെടുന്ന രീതിക്ക് കോട്ടം പറ്റിയാണെങ്കിൽ പാടില്ല. അതേ സമയത്ത് മഹാനാകുന്ന ജാതി ഒരു പണ്ഡിതന്റെ വീടിന്റെ ഉമ്മറത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. തഫ്സീർ ഖുർത്തുബി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഖുർത്തുബി ഇമാം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വഹബ് ബിൻ മുനബ്ബഹ് എന്ന ഇമാമിന്റെ വീടിന്റെ ഉമ്മരപ്പടി മേലെ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാരണം അങ്ങനെ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ആ വാക്ക് പറയാൻ സുന്നത്തുണ്ട് എന്ന് അയിമത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹദിയാകുന്ന ആയിഷ ബീവി പറയുന്നുണ്ട്, ഇദാ ഖറജ റജുലു മിൻ മൻസിലി, ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഫഖാല ബിസ്മില്ലാഹ്, ബിസ്മി ചൊല്ലിയിട്ട് വീട്ടിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഖാലൽ മലക്കു, ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും അത്രേ, ഉദീത, നീ നേർമാർഗ്ഗം ശ്രദ്ധിച്ചു. വഇദാ ഖാല മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മലക്ക് പറയും ഉഫീത, നിനക്ക് കാവലേർപ്പെടുത്തപ്പെട്ടു. അങ്ങനെ മഹദിയാകുന്ന ബീവി ആയിഷ പറഞ്ഞിട്ടുണ്ട്. കുറെ ഹദീസുകൾ ആ വിഷയത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അതേപോലെ വലിയൊരു പവറുള്ള മറ്റൊരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നും മദീന പള്ളിയിൽ വീടൊന്നും ഇല്ലാത്തത് കൊണ്ട് ദൗസ് ഗോത്രക്കാരനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. നാട് വിട്ടു വന്നത് കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോകാനൊന്നുമില്ല. അപ്പൊ മദീന പള്ളിയിൽ തന്നെയാണ് താമസം. അബൂ ഹുറൈറ തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, അല്ല അതിലേക്കും സ്വർഗത്തിലെ നിധി ഞാൻ പറഞ്ഞു തരട്ടെ അല്ലെ. നിധിയുടെ പ്രത്യേകത എന്താണ്? നിധി ചിലപ്പം എടുത്താൽ തീരൂല. അങ്ങനെ സ്വർഗത്തിലുള്ള ഒരു നിധി ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റാണ്. മഹാന്മാർ പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റ് കാരണം സുബ്ഹാനല്ലാഹ് വലിയ ടെൻഷനുകളൊന്നും ഉണ്ടാകൂല. ടെൻഷനുകളിലും ക്ലേശങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെടും. നാല് കാര്യം പറഞ്ഞാൽ, നാല് ദിക്റുകൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ആ നാല് ദിക്റ് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ രക്ഷയുണ്ട്. മൻ ഖാല ആലി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഉമിന മിനൽ ഐൻ, കണ്ണീർ കിട്ടൂല. വമൻ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഉമിന മിൻ കൈദി ശൈത്താൻ, ശൈത്താന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകൂലാണ്. വമൻ ഖാല ഉഫവ്വിദു അംരി ഇലല്ലാഹ്, ഉഫവ്വിദു അംരി ഇലല്ലാഹ് എന്ന ദിക്ർ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉമിന മിൻ മക്രിൻ നാസ്, ജനങ്ങൾ വഞ്ചിക്കൂലാണ്. വമൻ ഖാല ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഈ ദിക്ർ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനുകളും ക്ലേശങ്ങളും സംഭവിക്കൂലാണ്. ദിക്റുകൾ കുറെ മഹത്വങ്ങളുണ്ട്. ഈ ദിക്റുകൾ മഹാനാകുന്ന തന്റെ തഫ്സീറിൽ എണ്ണിയതാണ്. അങ്ങനെ ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ അങ്ങനെ പറയാതിരുന്നത്? നീ ഇങ്ങനെ വലിയ വർത്താനം വിടാതെ അള്ളാഹുവിന്റെ നിഅമത്തുകളല്ലേ ഓർക്കേണ്ടിയിരുന്നത്? നിനക്ക് ഞാൻ സമ്പത്തും സന്താനങ്ങളും കുറഞ്ഞതായി തോന്നുന്നുണ്ടെങ്കിലും
എന്റെ ഈ തോട്ടങ്ങളെക്കാളും വലിയ സന്തോഷകരമായത് എനിക്ക് എന്റെ റബ്ബ് നൽകിയേക്കാം. എന്റെ ഈ തോട്ടം അല്ലാഹു തആല ഒരു ആകാശത്ത് നിന്ന് തീ വല്ലതും ഇറക്കിയിട്ട് നശിപ്പിക്കുകയും ചെയ്തേക്കാം. ഇന്ന് നല്ല സമൃദ്ധമായി നിൽക്കുന്ന ഈ തോട്ടം നല്ല മരുഭൂമിയായിട്ട് അല്ലാഹു തആല മാറ്റുകയും ചെയ്തേക്കാം എന്ന് പറഞ്ഞ് റബ്ബ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത്ര സമയമുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വലിയ അർത്ഥാനപ്പെട്ട് നടക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്, കണ്ടില്ലേ എന്റെ ഈ തോട്ടത്തിന്റെ നടുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പുഴയുടെ അതിന് വെള്ളം വറ്റിപ്പിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല കഴിയും. അങ്ങനെ വെള്ളമൊക്കെ നശിപ്പിച്ച് അതിന്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ വെള്ളം നിനക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിൽ ആ വെള്ളമുണ്ടായിരുന്ന ഭാഗത്ത് വെള്ളത്തിന്റെ അംശം പോലും ഇല്ലാതെയാക്കാനും എന്റെ റബ്ബിന് കഴിയും കേട്ടോ എന്ന് ഉപദേശം കൊടുക്കുകയാണ് ആ സഹോദരൻ. സുബ്ഹാനല്ലാഹ്, ഇവിടെയല്ലേ സൂറത്തുൽ മുൽക്കിൽ അവസാനത്തെ ആയത്തിൽ നമുക്കറിയാം, വെള്ളം ലോകത്തുള്ള വെള്ളമങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അവൻ ആരാണ് നല്ല വെള്ളം കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോ ആയത്ത് ഇറങ്ങിയ സമയത്ത് തഫ്സീറുകളിൽ കാണാൻ കഴിയും, ഒരാൾ പറഞ്ഞു അത്രേ, എവിടെ വെള്ളം പറ്റിയാലും ഞാനത് കുത്തിക്കാണും കണ്ടെത്തും അല്ലേ. ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് വെള്ളമുള്ള ഭാഗങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തും എന്ന തരത്തിലുള്ള ഒരാൾ അഹങ്കാരത്തിന്റെ സംസാരിച്ചപ്പോ ആദ്യമായിട്ട് പറ്റിപ്പോയത് കണ്ണിലെ വെള്ളമാണെന്നാണ്. സുബ്ഹാനല്ലാഹ്, ഈ കണ്ണ് നമ്മുടെ കണ്ണിന് കാഴ്ച കിട്ടുന്നത് കണ്ണിൽ സദാസമയം വെള്ളം ഉണ്ടായിരിക്കണം. ഈ കണ്ണുനീർ എന്തൊരു വലിയ റഹ്മത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കി, കണ്ണുനീർ വറ്റിക്കഴിഞ്ഞാൽ കാഴ്ച കാണൂല, കണ്ണിലെങ്ങാനും കണ്ണുനീർ കൂടിക്കഴിഞ്ഞാലും കാഴ്ച കാണൂല. വായിലുള്ള വെള്ളം കുടിനീര് വറ്റിക്കഴിഞ്ഞാൽ നാവ് നനക്കാൻ കഴിയില്ല. ഓരോന്നിനും ഓരോ റഹ്മത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ, നമുക്ക് എന്തെങ്കിലും നിഅമത്തുകൾ കിട്ടുന്ന സമയത്ത് റബ്ബ് തന്നതാണ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം എന്നാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ഉണ്ടാക്കി വെച്ചതൊക്കെ അത് അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് മാത്രമാണോ. അല്ലാഹു കണക്കാക്കുകയും അവൻ കഴിവ് തന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഉണ്ടായത്, അതല്ലാതെ നിന്റെ കഴിവ് കൊണ്ടല്ല. ഈ നമ്മൾ ഏതെങ്കിലും സമയത്ത് എന്റേത് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കരുത് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഇൻ ശകർതും ലഅസീദന്നകും. നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. ലഇൻ കഫർതും, നന്ദികേട് ചെയ്തു കഴിഞ്ഞാലോ ഇന്ന അദാബി ലശദീദ്. ഇതൊക്കെ ഞാൻ റബ്ബ് പറഞ്ഞ കേട്ടിട്ടൊന്നുമല്ല എന്ന തരത്തിൽ മനസ്സിലുണ്ടാകരുത്. വായ കൊണ്ട് പറഞ്ഞോ ഇല്ലെന്നല്ല, മനസ്സിലുണ്ടാകരുത് എന്ന് അയിമത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത്തരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല നിഅമത്തുകളൊക്കെ ഉണ്ടാകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ടെൻഷനുള്ള ആളുകൾ, സാമ്പത്തികമായി പ്രയാസമുള്ള ആളുകളൊക്കെ ഈ ദിക്ർ ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികളിൽപ്പെട്ട വലിയൊരു സ്വഹാബിയില്ലേ, മകനെ കാണാത്ത സമയത്ത് ഈ ദിക്ർ ചൊല്ലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മോനെ കിട്ടിയെന്നും സമ്പത്ത് ധാരാളം കിട്ടിയെന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ദിവസവും 20 പ്രാവശ്യം സ്വർഗം നേരെ വാഗ്വാദം നടന്ന സമയത്ത് സ്വർഗം പറഞ്ഞത്രേ, എന്നിലുള്ളത് കുറെ പാപങ്ങളാണ്. അവൻ ചോദിച്ചു, ആരാണ് ഈ പാപങ്ങൾ? അവൻ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്ന ആളുകളാണ്. അപ്പൊ 20 പ്രാവശ്യം ചൊല്ലിയാൽ കിട്ടും എന്ന് പറഞ്ഞവരുണ്ട്, അല്ല ദിവസവും 50 പ്രാവശ്യം ചൊല്ലിയാൽ കിട്ടും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ തഫ്സീറിൽ ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മഹ്ശറ വൻസറിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചോനെ ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആൻ മഹ്ജൂറ, ഈ ഖുർആൻ പറഞ്ഞത് കേൾക്കാത്ത ജനങ്ങളായിരുന്നവർ എന്ന് പറയപ്പെടുന്ന ഹതവാക്യത്തോട്ട് നമ്മളെയും കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും സ്നേഹജനങ്ങളെയും സഹകരിച്ച സർവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം ഖുർആൻ നാളെ ഖബറിൽ കിടക്കുന്ന സമയത്ത് നിന്റെ ഇമാം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനായിരുന്നു എന്റെ മാതൃക എന്ന് പറയാൻ കഴിയുന്ന സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബിരികളിൽ അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു